ഈ ഭക്തിയും പിന്നെ ഈ ശക്തിയും, ഇവ രണ്ടിന്റെയും ബന്ധം വളരെയധികം ലളിതമായ ഒന്നാണ്. മനുഷ്യർ ഭക്തി കാത്തു സൂക്ഷിക്കുന്നത് അവർക്ക് ശക്തി ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ആ ശക്തി പ്രാപ്തമായ ശേഷം അവർ ഭക്തിയെ മറന്നുകളയുകയാണ് ചെയ്യുന്നത്. ശക്തിയുടെ ആ ആസക്തിയിൽ മുഴുകിപ്പോകുന്നു ഉറപ്പായും അവർ. അപ്പോൾ അവിടെ നിന്നും അവരുടെ വിനാശവും ആരംഭിക്കുന്നതാണ്. എന്തുകൊണ്ട്? കാരണം ഭക്തിയിൽ നിന്നും പ്രാപ്തമാകുന്ന ആ ശക്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒന്നാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ശുഭകാര്യം ചെയ്യുവാനായുള്ളത്, അല്ലാതെ ആരുടെയും വിനാശത്തിനു വേണ്ടിയല്ല. അഥവാ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം നൽകുകയാണെങ്കിൽ അതിതാണ് കൂന്താലി. ഈ കൂന്താലി ഉപയോഗിക്കുന്നത് ഭൂമിയെ കുഴിക്കുവാനും പിന്നെ ഒരു നല്ല കുഴിയുണ്ടാക്കി അതിലൊരു പുതിയ വൃക്ഷത്തെ നടുവാനും വേണ്ടിയാണ്. ആ ഒരു വൃക്ഷം ജീവജാലങ്ങൾക്ക് മുഴുവനും ഫലം പ്രദാനം ചെയ്യുന്നതാണ്. യാത്രക്കാർക്ക് തണലും നൽകുന്നു, അല്ലേ? പക്ഷെ അഥവാ ഇതേ കൂന്താലി നമ്മൾ ആരെയെങ്കിലും ആക്രമിക്കുവാനായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കേൽക്കുക കേവലം നമുക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ജീവിതയാത്രയിൽ നിങ്ങളിൽ ഏതൊരു ശക്തി ഉണ്ടായാലും ശരി, അതിനെ ഭക്തിയിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റെവിടെ നിന്നായാലും അതിനെ ഉപയോഗിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായും അതേ ശക്തി തന്നെ നിങ്ങളുടെ അന്ത്യത്തിന് കാരണമായി തീരുന്നതാണ്. അപ്പോൾ ഏവരും എന്നോടൊപ്പം വന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ രാധേ.